അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3036. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് 99 കാരണങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മുത്തർറിഫ് ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മുസ്സില ഇബ്നു ആദം, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു, രൂപപ്പെടുത്തപ്പെട്ടു, അഥവാ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. ഇലാ ജംബിഹി തിസ്അതും വതിസ്ഊന മനിയ, യേസിൽ അവൻ്റെ സൈഡിൽ അഥവാ അവൻ്റെ അടുത്ത് 99 മരണമുണ്ട്. ഓരോ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുമ്പോഴും അവൻ്റെ കൂടെ 99 മരണം അവൻ്റെ കൂടെ തന്നെയുണ്ട്. 99 മരണം എന്ന് പറയുന്നത് മരണകാരണങ്ങൾ, മരണം സംഭവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള അപകടങ്ങളും അത്യാഹിതങ്ങളുമൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. 99 എന്ന് പറയുന്നത് ഒരു കൃത്യമായ കണക്കൊന്നുമല്ല. ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അത് കസറത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, ധാരാളം കാരണങ്ങൾ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഹദീസിൽ പറഞ്ഞ എണ്ണം 99ആണ്. അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അത്രയും മരണകാരണങ്ങളും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇൻ അഖ്തഅതുൽ മനായ, മരണം അവന് പിഴച്ചു പോയാൽ, അഥവാ അവന് മരണം പിടികൂടാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവൻ പോയാൽ, ഈ മരണകാരണങ്ങളിൽ നിന്ന് പോലും അവൻ രക്ഷപ്പെട്ടാൽ, വഖഅ ഫിൽ ഹറം, അവൻ വാർദ്ധക്യത്തിൽ വീഴും. അതോ പിന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം പിന്നീട് അങ്ങനെ മരണപ്പെട്ടു പോകും. മനുഷ്യൻ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും മനുഷ്യനെ തേടിയെത്തും. ചിലത് ആക്സിഡൻറ്റുകളുടെ രൂപത്തിലായിരിക്കാം. പക്ഷെ പലതിൽ നിന്നും അവൻ രക്ഷപ്പെടും. ചില അതോടുകൂടെ തീരും. അള്ളാഹുവിൻ്റെ ഖലാ എന്ന് പറയുന്നത് മനുഷ്യന് എന്തിലാണോ സംഭവിക്കുന്നത് അത് നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഈ ഖലാ, അള്ളാഹുവിൻ്റെ ഖലാ അതേ സംഭവിക്കും. അപ്പോൾ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഖലാഉകൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ കാരണങ്ങളായ ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ദുആ കൊണ്ട്, സ്വതക്കകൾ കൊണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ആപത്തുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായത് നമ്മൾ ചെയ്യണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തും. അങ്ങനെ എന്താണോ സംഭവിക്കുന്നത് അത് നേരത്തെ തന്നെ അല്ലാഹു തആല റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാകും. അതാണ് ഖലാ എന്ന് പറയുന്നത്. അല്ലാഹു തആല അത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത്, അള്ളാഹു നമ്മെ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.